ഹലോ മക്കളെ, ആദ്യം തന്നെ കെമിസ്ട്രി പരീക്ഷ എങ്ങനെ പോയി എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അറിയില്ല. തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇംഗ്ലീഷിൽ മാത്രമല്ല, അതിന് ശേഷം അടുപ്പിച്ച് വരാൻ പോകുന്ന സോഷ്യല്, ഫിസിക്സ്, ബയോളജി, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മലയാളം കൂടി വരുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് ലെവലിലാണെങ്കിലും C+ ആയിക്കോട്ടെ, B+ ആയിക്കോട്ടെ, അതിൻ്റെ താഴെ ആയിക്കോട്ടെ, A+ ലെവലിലേക്ക് എത്താൻ സാധിക്കും. അതിന് പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം. മാത്രമല്ല ഇംഗ്ലീഷിനും ബാക്കിയുള്ള സബ്ജക്റ്റിനും എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞുതരും. മാത്രമല്ല ഇംഗ്ലീഷ് പരീക്ഷയുടെ കംപ്ലീറ്റ് പാറ്റേണും വെയിറ്റേജും കൃത്യമായി മനസ്സിലാക്കി വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ചാടിക്കയറി ഇംഗ്ലീഷിൻ്റെ കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ശേഷമുള്ള ബാക്ക് ടു ബാക്ക് ഒരു വെറുപ്പിക്കൽ ടൈം ടേബിളിൽ ബാക്ക് ടു ബാക്ക് ഉള്ള എക്സാമിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ മക്കളെ. ഇംഗ്ലീഷ് മൺഡേ ഒക്കെ ഉണ്ട്, നല്ല കാര്യം. പക്ഷെ അതിനുശേഷം ബാക്ക് ടു ബാക്ക് സോഷ്യൽ, മലയാളം ഒരു ദിവസം, മാത്സ്, പിന്നെ ഫിസിക്സ്, ബയോളജി ബാക്ക് ടു ബാക്ക് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ പ്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും മാത്സിൻ്റെയും ഒക്കെ റിവിഷൻ ലൈവുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ബയോളജിയുടെ ഒക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. അത് കാണാത്തവർ ഈ ദിവസങ്ങളിൽ കുറച്ച് പണി എടുക്കേണ്ടി വരും. കുറച്ചെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? ഒരു 2 മണിക്കൂറോ 1.5 മണിക്കൂറോ 1.25 മണിക്കൂറോ ഉള്ളൂ. 2x ഇട്ടിട്ട് എന്ത് ചെയ്യുക? പറ്റുന്നത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടു വെച്ചേക്കുക. കാരണം അതിൻ്റെ ഇടയിൽ സമയമില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഫിസിക്സും ബയോളജിയൊക്കെ ഒരു ദിവസം കൂടിയാണ്, അപ്പോൾ അത്രയും സമയം ഉണ്ടാവില്ല. മാത്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കുകയാണ്, പരീക്ഷ മലയാളം കഴിഞ്ഞ് വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു വൈകുന്നേരം മാത്രമേ പഠിക്കണുള്ളൂ. അപ്പോൾ അന്നൊരു ലൈവ് കാണാനുള്ള സമയമൊക്കെ ഉണ്ടാവുള്ളൂ, എക്സാമിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ്. അതല്ലാതെ ഭയങ്കര സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുറച്ചെങ്കിലും സമയം ഉണ്ടാക്കി ഒന്ന് കണ്ടു വെക്കുക. ഇതുകൂടാതെ സോഷ്യലിൻ്റെയും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം സോഷ്യലിൻ്റെ കാര്യം ആലോചിച്ച് നോക്കി, ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് മലയാളം സോഷ്യൽ കൂടി പഠിക്കാൻ ഒരു ദിവസമുള്ളൂ, ദിവസം ഫുള്ളില്ല. അപ്പോൾ സോഷ്യലിന് സിമ്പിളായി ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സോഷ്യലിന് വെള്ളിയാഴ്ച, അതായത് ഇന്ന് തന്നെ വൈകുന്നേരം 7 മണിക്ക് ജോഗ്രഫി കംപ്ലീറ്റ് പഠിപ്പിച്ചു തരും. എന്നിട്ട് നാളെ എന്താണ്? ഹിസ്റ്ററി 5 മണിക്ക് സാറ്റർഡേ ലൈവിൽ അറ്റൻഡ് ചെയ്യുക. ഈ 2 ലൈവ് അറ്റൻഡ് ചെയ്ത് എക്സാമിൻ്റെ തലേന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ലൈവ് അറ്റൻഡ് ചെയ്താൽ സോഷ്യലിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ 2 ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? നാളെയും മറ്റന്നാളും കുറച്ച് സമയം എടുത്തിട്ട് ഇത് ഫുൾ കാണണമെന്ന് ഞാൻ പറയില്ല. ഓൾറെഡി കണ്ടവരാണ് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഓൾറെഡി കാണാത്തവരാണ് അറ്റ്ലീസ്റ്റ് മാത്സ് എങ്കിലും നോക്കി വെക്കുക. ഫിസിക്സും ബയോളജിയൊക്കെ നമുക്ക് അവസാനമാണെങ്കിലും തട്ടിക്കൂട്ടാം. കാരണം മാത്സിൻ്റെ ബേസിക്സ് അറിയാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള സബ്ജക്ട്സ് ഒന്ന് നോക്കി വെക്കണം. അതിനുള്ള സമയം എല്ലാ ദിവസവും ഉണ്ടാക്കണം. ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലേക്ക് സ്പെസിഫിക്കലി വരുമ്പോൾ ഈ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഇത് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പോയാലുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യം പറഞ്ഞുതരാം. കൃത്യം പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ എക്സാം പാറ്റേൺ, വെയിറ്റേജ് മനസ്സിലാക്കണം. എക്സാമിൽ നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ 3 സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് റീഡിംഗ് കോമ്പ്രിഹെൻഷന് ഉണ്ടാവും, അത് 18 മാർക്കിനായിരിക്കും. അത് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. റീഡിംഗ് കോമ്പ്രിഹെൻഷൻ പ്രത്യേകിച്ച് എന്താണ്, വെറുതെ വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിക്ക ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. 18 മാർക്കിൽ ഒരു 15 മാർക്കൊക്കെ എളുപ്പത്തിൽ കിട്ടും. 18 കിട്ടില്ല എന്നല്ല, 15 മാർക്ക് എളുപ്പത്തിൽ കിട്ടും. പോയം തീർച്ചയായും എന്ത് ചെയ്യുക? പഠിക്കണം. എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിസ്കോഴ്സ് നിങ്ങൾ നോക്കി 42 മാർക്കാണ്. ഈ 42 മാർക്കിൽ 42 മാർക്കും കിട്ടാൻ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അതെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഗ്രാമർ 20 മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അതിലൊരു 12-15 മാർക്സ് ഒക്കെ ഈസിലി നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ബാക്കിയുള്ളതിന് കുറച്ച് നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഇത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് വന്നതെന്നുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ സെക്ഷനിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടുന്ന് എഴുതിയിട്ടും. ഗ്രാമർ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഉണ്ടാവുക. ഡിസ്കോഴ്സസിൽ ഇതിൽ കൊടുത്തുള്ള എന്തായാലും പഠിക്കണം. അതല്ലാത്ത കുറച്ച് ഡിസ്കോഴ്സും ഞാൻ പഠിപ്പിക്കും. കാരണം ഇതിലുള്ള മാത്രമേ വരുള്ളൂ എന്നല്ല, കഴിഞ്ഞ വർഷം വന്നത് മാത്രമേ വരുള്ളൂ അല്ല, അല്ലാത്ത ഡിസ്കോഴ്സും ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ, അതും വരണം. ഡിസ്കോഴ്സ് പോയിന്റ് കോമ്പ്രിഹെൻഷനും റീഡിംഗ് കോമ്പ്രിഹെൻഷനും ഈ ടൈപ്പ് ചോദ്യങ്ങളാണ് ആക്ച്വലി വന്നത്. വേണം നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ, എന്താണ് കൃത്യമായിട്ട് വന്നതെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സാർ ഇതിന് നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? മക്കളെ, നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലൈവുകളൊക്കെ വെക്കും അല്ലേ, ഒരു എക്സാമിന് മുമ്പ് ഒരു ലൈവ് അല്ലെങ്കിൽ 2 ലൈവ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് പഠിക്കുക. ഇപ്രാവശ്യം നമ്മൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഒന്ന് സ്റ്റൈൽ മാറ്റാൻ പോവാണ്. കാരണം അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഡിസ്കോഴ്സ് മാത്രമല്ല ഉള്ളത്, ആക്ച്വലി കുറേ ഡിസ്കോഴ്സ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അതൊക്കെ പരീക്ഷയിൽ വരികയും ചെയ്യും, വെറുതെ പഠിപ്പിക്കല്ലേ, വരികയും ചെയ്യും. അപ്പോൾ അത്രയും കണ്ടന്റ് ഉള്ളതുകൊണ്ടും പിന്നെ എന്താണ് പോയത്തിലും കണ്ടന്റ് ഉണ്ട്. ചാപ്റ്ററിൻ്റെ ഇത് കൂടാതെ ചാപ്റ്ററിൻ്റെ സമ്മറി എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് സാർ ചാപ്റ്ററിൻ്റെ സമ്മറി പഠിക്കേണ്ടത്? ഈ ഡിസ്കോഴ്സ് എല്ലാം ചാപ്റ്റർ ബേസ്ഡ് ആണ്. അപ്പോൾ വെറുതെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സ്പീച്ചും കൂടെ എഴുതാൻ പറ്റില്ല. ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. ഒരു ന്യൂസ് റിപ്പോർട്ട് ചാപ്റ്റർ ബേസ്ഡ്, ചാപ്റ്ററിൻ്റെ കണ്ടന്റ് അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ട് 2 ലൈവിലൊന്നും ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, ഓക്കെ, വെറുതെ കുറേ സമയം വേസ്റ്റ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീഡിയോസ് ആക്കി നമ്മൾ ഓൾറെഡി ഇന്ന് മുതൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. ഈ 3 ദിവസങ്ങളിലായിട്ട് ഇംഗ്ലീഷിൻ്റെ സോഷ്യലിൽ 2 ലൈവ് ഉണ്ടാവും. അതുകൂടാതെ ഇംഗ്ലീഷിൻ്റെ എല്ലാ കണ്ടൻറ്റും വീഡിയോസ് ആയിട്ട് കൃത്യം നിങ്ങൾക്ക് അങ്ങോട്ട് തരും. അത് കണ്ടാൽ മാത്രം മതി. അതിന് ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്ലേലിസ്റ്റിൽ ഓരോരോ വീഡിയോ വരുന്നതനുസരിച്ച് നമ്മൾ ഇടുന്നതനുസരിച്ച് അതിൽ വരുന്നതായിരിക്കും. ആ പ്ലേലിസ്റ്റ് ഫുൾ അങ്ങോട്ട് കാണാം. ഓവർ കഷ്ടപ്പാടൊന്നുമില്ല. അത് കണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോയാൽ ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് A ഗ്രേഡ് ഉറപ്പിക്കാം. നന്നായിട്ട് നിങ്ങളത് പഠിക്കുകയാണ് A+ ഉറപ്പിക്കാം. അതിൽ എന്തൊക്കെയായിരിക്കും സാർ ഉണ്ടാവുക? ചാപ്റ്റർ സമ്മറീസ് നിർബന്ധമാണ്. ഓരോ ചാപ്റ്റർ ഒരു 7-8 മിനിറ്റിൽ നിങ്ങൾ പഠിപ്പിച്ചു തരും. അത് കണ്ടാൽ മതി. ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് വായിക്കും, പക്ഷേ കുറേ എഫേർട്ടായിരിക്കും. പിന്നെ എല്ലാം മനസ്സിലാവണമെന്നില്ല, എല്ലാം ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ചാപ്റ്റർ സമ്മറിയാണ് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് പരിപാടി തീർന്നു. അതെന്തായാലും കാണണം. അല്ലാണ്ട് ഡിസ്കോഴ്സ് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കിട്ടാൻ പോകുന്നില്ല. ഡിസ്കോഴ്സിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫോർമാറ്റ് പറഞ്ഞുതരും. ചോദ്യങ്ങൾ പരീക്ഷയിൽ ഇതിനു മുമ്പ് വന്ന ചോദ്യങ്ങളും വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്. അതിൻ്റെ നോട്ട്സ് അടക്കം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ കുറേ ചോദ്യങ്ങളും കൂടെ അതിലിട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അവിടെ തരും. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ചാപ്റ്റർ സമ്മറി മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഡിസ്കോഴ്സിന് ഓരോന്നിനും ഫോർമാറ്റ് ഉണ്ട്, ടെംപ്ലേറ്റ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഗ്രാമറിൻ്റെ നിങ്ങൾക്ക് വീഡിയോസ് തരുന്നതായിരിക്കും. പോയത്തിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും. ഇത്രയും സെറ്റ് ഓഫ് വീഡിയോസ് വരിക. കുറേ വീഡിയോസ് ഉണ്ടാവും. ചെറിയ വീഡിയോസ് ആയിരിക്കും. 5, 6, 7, 10 മിനിറ്റിനൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊക്കെ ഫോളോ ചെയ്ത് പോയാൽ മാക്സിമം ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ 1-2 മണിക്കൂറിൽ ലൈവ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകണ്ട. അത് അത്ര വർക്കൗട്ട് ആവില്ല, അത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കില്ല. ഓക്കെ, മാത്രമല്ല 1-1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അറ്റൻഷൻ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അറ്റൻഷൻ തന്നെ വേറെ എവിടെ പോകും. അപ്പം ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക, വീഡിയോസ് ഫോളോ ചെയ്ത് പഠിക്കുക. അപ്പോൾ നോട്ട് ദ പോയിന്റ്. സൺഡേ എന്തുണ്ടാവില്ല, സൺഡേ ഒരു ലൈവ് വെച്ചിട്ട് ഫുള്ള് പഠിപ്പിക്കാനല്ല പോകുന്നത്. ഇന്ന് മുതൽ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യും. കണ്ടു തുടങ്ങുക. പ്ലേലിസ്റ്റിലെ ഓരോരോ വീഡിയോസ് അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് കണ്ടുപോവുക. അതിൻ്റെ ഇടയിൽ കൂടെ സോഷ്യലിൻ്റെ ലൈവിൻ്റെ കാര്യം മറക്കരുത്. മറ്റുള്ള 3 സബ്ജക്ട്സിൻ്റെയും ഒരു 2 വീഡിയോസ് കാണാനും ഈ ലൈവുകൾ കാണാനും മറക്കരുത്. കുറച്ച് ഹെക്റ്റിക്കാണെന്ന് എനിക്കറിയാം, ടൈം ടേബിൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ തരണം ചെയ്താൽ മക്കളെ പബ്ലിക് എക്സാമിന് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് വേറെ ലെവലിലായിരിക്കും ഉണ്ടാകും. കാരണം പബ്ലിക് എക്സാം ആകുമ്പോൾ നിങ്ങൾ ഹാർഡൻഡായി, ഓക്കെ, നിങ്ങൾക്ക് അതൊന്നും ഒരു പുത്തിരിയായിരിക്കില്ല. അതിനുള്ള ഏറ്റവും ഒരു ചാലഞ്ചായിട്ട്, ഒരു ട്രെയിനിങ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ 2-3 ദിവസം നിങ്ങളൊന്ന് കരുതി കഴിഞ്ഞാൽ, അങ്ങനെ ആ രീതിയിൽ നിങ്ങളൊരു ചാലഞ്ചായിട്ട് നിങ്ങളിതിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓണപ്പരീക്ഷയ്ക്ക് മാത്രമല്ല പബ്ലിക് ആകുമ്പോഴേക്കും അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ചലഞ്ചായിട്ട് എടുക്കുക. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ, കുറ്റമാണ്, ശരിയാണ്, ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചൊക്കെ പ്രശ്നം തന്നെയാണ്. പക്ഷെ അതും പറഞ്ഞിരിക്കാതെ നമ്മളതൊരു ചലഞ്ചായിട്ട് കണ്ടെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അത്രയും എനിക്ക് പറയാനുള്ളൂ. വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനോടൊക്കെ പറയുക. എക്സാമിനറിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് വീഡിയോസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ബൈ ബൈ.